ഹലോ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമുക്ക് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ആണ്. അതായത് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് നമ്മുടെ കേരള PSC പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ അക്കൗണ്ടൻറ്റ് തസ്തികയാണ്. അതായത് നേരത്തെ എന്താണ് അക്കൗണ്ടിങ് ഗ്രേഡ് 2, അതായത് വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്ക് എന്ത് വിളിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് ഗ്രേഡ് 2. ഇത് ഏറ്റവും കൂടുതൽ ചാൻസ് ആർക്കാണ്? ബികോം ഡിഗ്രി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. അപ്പം അക്കൗണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പം കാറ്റഗറി നമ്പർ, അതായത് അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ എത്രയാണ്? 422/2025 ആണ്. അത് ഏതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതാണ് കേരള സ്റ്റേറ്റ് KSDICയിലാണ് വിളിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. അക്കൗണ്ടൻ്റ് ആണ് പോസ്റ്റിൻ്റെ നെയിം. സാലറി സ്കെയിൽ നോക്കുക, 7480, 11910. ഏറ്റവും കൂടുതൽ 11910 വരെ എത്താം. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് DA ഉണ്ട്, ഡിയർനെസ് അലവൻസ് ഉണ്ട്, അതുപോലെ ട്രാവലിംഗ് അലവൻസ്, അങ്ങനെ എന്താണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അലവൻസുകളും നമുക്ക് കിട്ടും. അപ്പം ഈ 7480 നിന്നും എന്തുണ്ട്, ഡിഫറൻസ് എന്തായാലും സംഭവിക്കും. അപ്പം വേക്കൻസീസ് എങ്ങനെയാണ്? ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 3 വർഷം എത്രത്തോളം വേക്കൻസി ഉണ്ടോ ആ വേക്കൻസി എല്ലാം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പം നിലവിലൊരു റാങ്ക് ലിസ്റ്റ് 2019 ഇതിൻ്റെ എക്സാം നടന്നത്. അതിനുശേഷം ഇപ്പോഴാണ് നടക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ഏകദേശം ഇനി 1 വർഷം കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനുശേഷം വരുന്ന 3 വർഷത്തേക്ക് ഉള്ള വേക്കൻസികൾ ഏതിൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്? നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഫില്ല് ചെയ്യുന്നത്. സോ വേക്കൻസി ഒരുപാട് പ്രതീക്ഷിക്കേണ്ട, എന്നാൽ പോലും ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് 3 വർഷം കൊണ്ട് വരുന്ന വേക്കൻസികൾ നമ്മൾ കിട്ടും. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് സ്റ്റേറ്റ് വൈഡും ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും ആണ്. പിന്നീട് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എത്രയാണ്? 21 വയസ്സ് മുതൽ 36. ലോവർ ലിമിറ്റ് 21ഉം അപ്പർ ലിമിറ്റ് 36ഉമാണ്. അതുപോലെ ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989, അതുപോലെ തന്നെ 1/1/2004. അതായത് 2/1/1989 ശേഷവും അതുപോലെ തന്നെ 1/1/2004 മുന്നേ ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ പറയും. അതുപോലെ തന്നെ and eligible for apply for this. Other backward communities and SC/ST candidates are eligible for usual age relaxation. അതായത് SC/STക്കും അതുപോലെ തന്നെ OBCക്കും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷവും SC/STക്ക് കൺസേൺഡ് ആയിട്ടുള്ള റിസർവേഷനും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ. ഇനിയാണ് നമ്മൾ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നത്. എന്താണ്? ഷുഡ് എ ഡിഗ്രി ഇൻ കൊമേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി UGC അംഗീകൃതമായ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് ഏതിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്? കൊമേഴ്സിൽ. അതായത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, BComകാർക്ക് ഏറ്റവും അനുയോജ്യമായ പോസ്റ്റാണ്. അടുത്തത് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല, നമ്മൾ അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2 കമ്പനി കോർപ്പറേഷനിലെ അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2 എന്താണ്, അവിടെ ക്വാളിഫിക്കേഷൻ മാത്രം മതി, BCom മാത്രം മതി. പക്ഷേ ഇവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. എത്രയാണ്? 2 വർഷത്തെ എക്സ്പീരിയൻസ്. എന്തിലാണ്? അക്കൗണ്ടിങ് മാറ്റേഴ്സിൽ. എങ്ങനത്തുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓർ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിലോ, അണ്ടർടേക്കിംഗ് ഓർ ലിമിറ്റഡ് കമ്പനി ആകാം. ലിമിറ്റഡ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. അപ്പം ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ലിമിറ്റഡ് കമ്പനീസ്, അതുപോലെ തന്നെ ഏതാണ്, ഇൻഡസ്ട്രിയും കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്ഥാപനങ്ങൾ. ഓർ ഇൻ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സച്ചാസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ ഇൻ ഗവൺമെൻറ് ഹാവ് ഗവൺമെൻറ് ഇൻട്രസ്റ്റ് ഉള്ള ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ രണ്ടാമത്തെ ക്ലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ്. എത്ര വർഷം? 2 വർഷം. ഒന്നാമത്തെ ക്ലോസിൽ എന്താണ്? ഡിഗ്രി ഇൻ എ കൊമേഴ്സ്. അത് അംഗീകരിച്ചിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. പിന്നീട് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ക്ലോസ് ആണ് എക്സ്പോഷർ ടു കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അതായത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അതിന് സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ടാലി വേണം അങ്ങൊന്നും പറയുന്നില്ല. കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കണം, അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അറിഞ്ഞിരിക്കണം. അത് അവർ ചെക്ക് ചെയ്യുമോ ഇല്ലയോ ഒന്നും അറിയാൻ സാധിക്കില്ല, ചെക്ക് ചെയ്യാൻ സാധ്യതയില്ല. അടുത്തത് എക്സ്പീരിയൻസ് പ്രൂഫ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എക്സ്പീരിയൻസ് പ്രൂഫാണ്. നമ്മൾ പറഞ്ഞില്ലേ 2 വർഷം. രണ്ടാമത്തെ ക്ലോസിൽ, ക്വാളിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ക്വാളിഫിക്കേഷൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം, ബികോമിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എക്സ്പീരിയൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളുടെ ഫേമിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഫേം ഏത് ഇൻഡസ്ട്രീസ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ രജിസ്ട്രേഷൻ നമ്പറും ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇനി അടുത്ത മെത്തേഡ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അത് നോർമലി നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ നിന്ന് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്. ഈ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, അതായത് ബികോം ബിരുദധാരികൾക്ക് PSC നടത്തുന്ന പരീക്ഷകളിൽ ഒരു പരീക്ഷയാണിത്. അതായത് അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 2 വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ അത് 2 നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. അക്കൗണ്ടിങ് ഗ്രേഡ് 2 2 നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ആ 2 നോട്ടിഫിക്കേഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനോട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പരീക്ഷയും അതിൻ്റെയോടൊപ്പം ആകാനാണ് സാധ്യത. 422/2025 അതിൻ്റെ ഗസറ്റ് ഡേറ്റ് എന്നാണ് 30/10/2025. ലാസ്റ്റ് ഡേറ്റ് മറന്നു പോകരുത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 3/12/2025. 3/12/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഈ 2 അക്കൗണ്ടൻറ്റിൻ്റെ ഗ്രേഡ് 2 2 പോസ്റ്റുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ, വിവിധങ്ങളായിട്ടുള്ള കമ്പനി ബോർഡുകളിലേക്ക് വേണ്ടി പഠിക്കുന്നവർ ഈ പോസ്റ്റ് കൂടി കൺസിഡർ ചെയ്യുക. എങ്ങനെയുള്ളവരെ കൺസിഡർ ചെയ്യേണ്ടത്? 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ ഒരു ലിമിറ്റഡ് കമ്പനി ആയാൽ മതി, ഏതെങ്കിലും ഒരു ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും വേണ്ടിയും ഇത് സാധിക്കുന്നതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ മറക്കാതെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ താങ്ക് യു.